നമ്മുടെ സ്വത്തിൻ്റെ അവകാശി ആരാണ്? സംശയമൊന്നുമില്ല, നമ്മൾ തന്നെ. എന്നാൽ മക്കൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ യാതൊരു അവകാശവുമില്ലാതിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്ന് പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശം സഹോദരിയുടെ മക്കൾക്കായിരുന്നു. അതുപോലെ മാമൻ്റെ സ്വത്തുക്കളായിരുന്നു മക്കൾക്ക് അവകാശപ്പെട്ടിരുന്നത്. ഈ ഒരു സമ്പ്രദായത്തെയാണ് മരുമക്കത്തായം എന്ന് വിളിച്ചിരുന്നത്. നായർ സമുദായത്തിൻ്റെ ഇടയിലാണ് മരുമക്കത്തായം ആദ്യം പ്രാബല്യത്തിൽ വന്നത്. പിന്നീടത് നാട്ടാചാരമായി മറ്റു സമുദായങ്ങളിലേക്ക് പ്രചരിച്ചു. നമ്പൂതിരിമാർ കല്യാണം കഴിച്ചിരുന്ന നായർ സ്ത്രീകളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും അച്ഛനായ നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഉത്തരവാദിത്വം സ്ത്രീകളുടെ സഹോദരന്മാർക്ക് നിറവേറ്റേണ്ടി വന്നു. ഇതിന് നിയമപ്രാബല്യം ലഭിക്കാനാവാം ബ്രാഹ്മണർ മുൻകൈയെടുത്ത് മരുമക്കത്തായ സമ്പ്രദായം ഏർപ്പെടുത്തിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മരുമക്കത്തായം നിയമം മൂലം നിരോധിക്കപ്പെടുകയും മക്കത്തായം നിലവിൽ വരികയും ചെയ്തു. 1976 കേരള നിയമസഭ പാസാക്കിയ കൂട്ടുകുടുംബ നിരോധന നിയമം അനുസരിച്ച് കേരളമാകെ മക്കത്തായ സമ്പ്രദായം നിലവിൽ വരികയായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായത്തിലെ പ്രധാന 2 കാര്യങ്ങളാണ് വേളിയും സംബന്ധവും. ഒരു നമ്പൂതിരി കുടുംബത്തിൽ എത്ര പുരുഷന്മാർ ഉണ്ടെങ്കിലും മൂത്തയാൾക്ക് മാത്രമേ നമ്പൂതിരി സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ വിവാഹത്തിന് വേളി കഴിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റു നമ്പൂതിരി സഹോദരന്മാർക്ക് നായർ തറവാടുകളിൽ ചെന്ന് നായർ സ്ത്രീകളെ സംബന്ധം ചെയ്യാം. അനൗദ്യോഗികമായ ഒരുതരം വിവാഹമാണ് ഇത്. യാതൊരു കാരണവശാലും ഈ നായർ സ്ത്രീ നമ്പൂതിരിയുടെ ഇല്ലത്ത് വരാൻ പാടില്ല. നമ്പൂതിരി നായർ വീട്ടിൽ അന്തിയുറങ്ങി തിരിച്ചു പോകും. സംബന്ധം ചെയ്യൽ എന്നാണ് ഈ ബന്ധം അറിയപ്പെട്ടിരുന്നത്. നമ്പൂതിരി നായർ സ്ത്രീ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും അച്ഛനായ നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നില്ല. നമ്പൂതിരിയുടെ സ്വത്തിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അവകാശം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല സ്ത്രീയുടെ സഹോദരനിലാണ് വന്നു ചേരുക. നമ്പൂതിരിമാരുടെ ഈ വിവാഹരീതി കുടുംബങ്ങളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലോകത്തെ ജനസംഖ്യയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അനുതാപം ഏകദേശം തുല്യമാകണമല്ലോ. നമ്പൂതിരി കുടുംബത്തിലെ ഒരു പുരുഷൻ മാത്രം വിവാഹം കഴിക്കുമ്പോൾ ഒട്ടേറെ നമ്പൂതിരി സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ ഇല്ലാതെ വരും. ശക്തമായ നിയമങ്ങൾ ഏർപ്പെടുത്തി സ്ത്രീകളെ വീടുകളിൽ തന്നെ തളച്ചിടുകയായിരുന്നു പതിവ്. അവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മറക്കുട പിടിച്ച് ദാസികളോടൊപ്പം മാത്രമായിരുന്നു അവർ പുറത്തിറങ്ങിയിരുന്നത്. അകത്ത് താമസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ അകത്തമ്മമാർ എന്നും അന്തർജനങ്ങൾ എന്നുമാണ് അവരെ വിളിച്ചിരുന്നത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.